നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ചൈന രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന അമേരിക്കൻ ആരോപണങ്ങൾ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ചൈന. അമേരിക്ക പറയുന്നത് പൂർണ്ണമായും നുണകളാണെന്നാണ് ചൈന ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ളത്. ജനീവയിൽ നടന്ന UN നിരായുധീകരണ സമ്മേളനത്തിൽ US അന്താരാഷ്ട്ര സുരക്ഷാ സെക്രട്ടറി തോമസ് ഡിനാനോ നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് ചൈനയുടെ ഈ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. 2020 ജൂൺ 22 ചൈന രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയതായും അവർ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് എന്നുമായിരുന്നു ഡിനാനോയുടെ ആരോപണം. US-ന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും നുണയുമാണ്. സ്വന്തമായി ആണവ പരീക്ഷണങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനുള്ള ഒഴിവുകഴിവുകൾ കണ്ടെത്താനുള്ള US-ന്റെ ശ്രമങ്ങളെ ചൈന നിഷേധിക്കുന്നു. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ഇക്കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടാണിത്. നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ ഉടനടി അവസാനിപ്പിക്കണം എന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോട് ചൈന ആവശ്യപ്പെട്ടു. റഷ്യയ്ക്കും ചൈനയ്ക്കും തത്തുല്യമായ US ആണവ പരീക്ഷണം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്ടോബറിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഏതു തരത്തിലുള്ള പരീക്ഷണം പുനരാരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. 2020 ജൂണിൽ ഇന്ത്യയുമായുണ്ടായ ഗാൽവൻ സംഘർഷത്തിന് തൊട്ടു പിന്നാലെയാണ് ചൈന രഹസ്യമായി ആണവായുധ പരീക്ഷണം നടത്തിയതായി US ഉദ്യോഗസ്ഥൻ്റെ ഈ വെളിപ്പെടുത്തൽ. അമേരിക്കൻ സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി തോമസ് ഡിനാനോയാണ് എക്സിലൂടെ ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടത്. സംഘർഷം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ജൂൺ 22 ചൈന ഇത്തരത്തിൽ ആണവ പരീക്ഷണം നടത്തിയതെന്നാണ് തോമസ് ഡിനാനോ വെളിപ്പെടുത്തിയത്. ഭൂകമ്പ നിരീക്ഷണ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് ഇക്കാര്യം ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചുവെക്കുവാൻ ഡീകപ്ലിംഗ് എന്ന രഹസ്യ രീതിയാണ് ചൈന അവലംബിച്ചതെന്നും ഇദ്ദേഹം ആരോപിച്ചു. കിഴക്കൻ ലഡാക്കിൽ 2020 മെയ് മാസം ഇന്ത്യയും ചൈനയും തമ്മിൽ ആരംഭിച്ച സംഘർഷ സാഹചര്യം ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചിരുന്നു. 20 ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിനിടയാക്കിയ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് നൂറുകണക്കിന് ടൺ പ്രഹരശേഷിയുള്ള ആണവ പരീക്ഷണത്തിന് ചൈന തയ്യാറെടുത്തത് എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം. അന്താരാഷ്ട്ര നിരീക്ഷണ സംവിധാനങ്ങളെ വെട്ടിച്ച് നടത്തിയ ഈ പരീക്ഷണം മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള ആണവ ഉടമ്പടികൾ പുതിയ ഭീഷണികളെ നേരിടാൻ പര്യാപ്തമല്ലെന്നും പുതിയൊരു ആണവ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്നും ഡിനാനോ വ്യക്തമാക്കി. 2010 അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആണവായുധ ഉടമ്പടിയായ ന്യൂ സ്റ്റാർട്ട് ചൈനയുടെ ആണവായുധങ്ങളെ വേണ്ടത്ര പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ കണ്ടിട്ടില്ലാത്ത വിധം വേഗതയിൽ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുകയാണെന്നും റഷ്യ തങ്ങളുടെ ഉടമ്പടി ലംഘനങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഈ സാഹചര്യത്തിൽ ചൈന അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇത് US-ന്റെ വെറും നുണക്കഥകളാണ് ഇത് എന്നാണ് ചൈന ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു പരീക്ഷണം നടത്തിയിട്ടില്ലെന്നും ഇതിനെ എതിർത്തുകൊണ്ട് US-നെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ചൈന ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിലും ഒന്നിനെക്കുറിച്ചും സത്യം പറയാത്ത ഒരു ഗവൺമെൻറ്റാണ് ചൈനയുടേത്. മാത്രമല്ല രാജ്യമേ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അന്ന് തന്നെ ഗാൽവാൻ താഴ്വരയിൽ 20 ഇന്ത്യൻ സൈനികർക്ക് കാഷ്വാലിറ്റി ഉണ്ടായപ്പോൾ ചൈനയുടെ ഭാഗത്ത് ഏകദേശം 40-ൽ പരം കാഷ്വാലിറ്റീസ് ഉണ്ടെന്നാണ് സാറ്റലൈറ്റിൻ്റെ സഹായത്താൽ വിദേശ രാജ്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. 40-ൽ പരം കാഷ്വാലിറ്റീസ് ചൈനയുടെ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഈ ഇത്രയും മരണം നടന്നിട്ടും അതിനെക്കുറിച്ച് ഒന്നും എത്ര പേര് മരിച്ചെന്നുള്ള യഥാർത്ഥ വിവരം പോലും പുറത്തുവിടാത്ത രാജ്യമാണ്. അതുമാത്രമല്ല എന്തു കാര്യത്തിനും സത്യം പറയാതെ സത്യം ആ രാജ്യത്ത് മൂടി വയ്ക്കുകയും അവിടെ പത്രക്കാർക്ക് മാധ്യമങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കുണ്ട്. വിലക്കല്ല, അവർ കർശന നിർദ്ദേശമുണ്ട്. സർക്കാർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമേ അവർക്ക് പുറത്തുവിടാൻ അധികാരമുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവനെ അപ്പോൾ ജയിലിലാക്കുകയാണ്, അല്ലെങ്കിൽ കൊല്ലുകയാണ്, വധശിക്ഷയാണ്. അപ്പോൾ അത്ര ശിക്ഷാ നടപടികൾ കർശനമായ ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പേടിച്ച് ഭയന്ന് മറ്റൊരു വിവരവും പുറത്തു വരാറില്ല. ചൈനയുടെ മുഖപത്രം പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ മാത്രമേ പുറം ലോകത്തെത്താറുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത. ചൈന വൻതോതിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആണവ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പരമായി യാഥാർത്ഥ്യമായിരിക്കാം. ഏതായാലും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.